ശ്രീ മാണി സി കാപ്പൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ രമ. സർക്കാർ ആശുപത്രികൾ മരുന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. താഴെത്തട്ടിൽ മരുന്നുകൾ ലഭ്യമല്ല. സർ, അതിനൊരു കാരണം സർക്കാർ മരുന്നുകൾ വാങ്ങുന്നത് വാർഷിക ഇൻഡന്റ് പ്രകാരമാണ്. ഈ വാർഷിക ഇൻഡന്റ് പ്രകാരം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ രോഗികൾ കൂടുതലായോ എത്തുന്ന സമയത്ത് രണ്ടാമത് ആ വർഷം വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെ ലോക്കൽ പർച്ചേസ് പറയുന്നുണ്ട്. പക്ഷേ ലോക്കൽ പർച്ചേസ് പലപ്പോഴും ഇൻപേഷ്യൻ്റ് രോഗികൾക്ക് മാത്രമാണ്. OP രോഗികൾക്ക് ലോക്കൽ പർച്ചേസിന്റെ മരുന്നുകൾ വാങ്ങാനും സാധിക്കാത്തത് മൂലം OP യിൽ വരുന്ന രോഗികൾ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഇന്ത്യൻ പ്രകാരം മരുന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതലുള്ള മരുന്നുകൾ രോഗികൾക്ക് കൂടുതലായിട്ട് വന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന മരുന്നുകൾ കൂടുതൽ എഴുതാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഈ നിർബന്ധിതമാകുന്ന ഔദ്യോഗിക നടപടികളൊക്കെ ഭയന്ന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിനായി ആവശ്യാനുസരണം ഇൻഡന്റുകൾ നൽകുന്നതിനും അധികമുള്ള മരുന്നുകൾ അവ ആവശ്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് കൈമാറുന്നതിനും മരുന്നുകളുടെ വിതരണം സുതാര്യവും അഴിമതിരഹിതവുമാക്കുന്നതിനും സർക്കാർ തലത്തിൽ ഉതകുന്ന തരത്തിലൊരു ഏകീകൃത ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനം ആരംഭിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിലവിൽ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്തത്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഏത് ആശുപത്രിയിൽ എത്ര മരുന്നുണ്ട്, ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, അവിടെ വാർഡിലേക്ക് എത്ര എടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ്, അവിടെ വെയർ ഹൗസിൽ എത്രയുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്, ഇന്റന്റിന്റെ എത്ര % അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി ഈ സമയത്ത് എവിടെ ഇരുന്നു അത് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത് DDMS എന്നാണ് സാർ അറിയപ്പെടുന്നത്. സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു 2015-16 കാലയളവിൽ 256 കോടി രൂപയാണ് മൊത്തം മരുന്ന് പ്രൊക്യൂർ ചെയ്തതിന്റെ എമൗണ്ട് KMCL വഴി. പക്ഷേ 2023-24 ജനുവരി മാസം വരെ 554 കോടി രൂപയുടെ പ്രൊക്യൂർ ചെയ്തു. 180 കോടി രൂപയുടെയും കൂടെ നമ്മൾ പ്രൊക്യൂർ ചെയ്തതിന് ഓർഡർ കൊടുത്തു. 2024-25 നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്റന്റിന്റെ തുക 845 കോടിയാണ് സാർ. എന്തുകൊണ്ടാണത്? സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുള്ള എന്നതുകൊണ്ടാണ് സാർ. അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനിയായ അംഗം പറഞ്ഞത് ഈ സിസ്റ്റം സംബന്ധിച്ച ഒരു കാര്യമാണ് സാർ. സാധാരണ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇന്റന്റ് സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്തി ഓരോ തവണയും ഇന്റന്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% അധികം കൂട്ടി നൽകണം എന്നുള്ളതാണ് ആശുപത്രികളോട് പറയുന്നത്. അങ്ങനെ നൽകിയ ഇന്റന്റ് ഈ ദേശീയ മത്സരാധിഷ്ഠിത ടെൻഡർ നടപടികൾ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്ത് ഓരോ കമ്പനിക്കും ഈ കമ്പനികളിൽ പോയി പരിശോധന നടത്തും ഉദ്യോഗസ്ഥർ ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായി. അതും കഴിഞ്ഞ് വരുമ്പോൾ സാർ ഇവർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് 60 ദിവസം മിനിമം എടുക്കും സാർ. 60 ദിവസം 2 മാസത്തെ സമയമാണ് എടുക്കുന്നത് സാർ. അതുകൊണ്ടാണ് വാർഷിക ഇന്റന്റ് സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളത് എന്ന നിലയിൽ നമ്മൾ പോകുന്നത്. ഒരു പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗത്തോ ഒക്കെ വെച്ചാൽ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. എന്താണ് ഇനി പുതുതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും KMCL ഇതിന്റെ ഭാഗമായി തന്നെ ആലോചിക്കുന്നുണ്ട് സാർ.